ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് പാർട്ട് ഓഫ് അബുദാബി വ്ളോഗാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ദുബായ് വീട്ടിലോട്ട് പോകുന്ന ഒരു ചെറിയ ഭാഗം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ കുഞ്ഞൊരു വ്ളോഗായിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ. എന്തായാലും ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിവിങ് ഏരിയയിൽ നമുക്ക് കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റാക്കി മാറ്റി വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദൈവങ്ങളുടെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച ഒരു സ്പോട്ടാണിത്. അപ്പോൾ അവിടെ നിന്ന് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം എടുത്ത് മാറ്റി ഞാൻ വേറെ സെപ്പറേറ്റ് പാക്ക് ചെയ്യാണ്. പിന്നെ നമ്മൾ ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ വെച്ചൊരു സംഭവം. എനിക്കത് വരുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളിവിടുന്ന് പോകുമ്പം ഇതിനൊക്കെ നമുക്ക് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം റിമൂവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഇതൊരു ഭയങ്കര ഹാപ്പി സ്പോട്ടാണ്. ഈ ഒരു വീട്ടിൽ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ്. കാരണം ഈ ഒരു കോസി ഫീൽ ഈ വീട്ടിൻ്റെ ഈ ഒരു ലിവിങ് ഏരിയയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ആയിരുന്നു ഈ ഒരു ഫോട്ടോസൊക്കെ വെച്ചൊരു സംഭവം. എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതൊക്കെ ഓരോന്നും ഊരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫോട്ടോസും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഞാൻ വെക്കുകയാണ്. കാരണം നമുക്ക് പിന്നീടും അത് യൂസ് ചെയ്യണമല്ലോ. പിന്നെ അതേപോലെ ആ യൂസ് ചെയ്ത വോം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ തിരിച്ച് ടാങ്കിൾ ചെയ്യാതിരിക്കുന്ന രീതിയിൽ എല്ലാം കെട്ടി വയ്ക്കുകയാണ് ഞാൻ. അപ്പം നമ്മളെക്കൊണ്ട് ചെയ്യേണ്ട പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന GI മൂവേഴ്സിനെയാണ്. അപ്പോൾ അവരുടെ ഓൾറെഡി കുറച്ച് കാർട്ടൺ ബോക്സസ് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പേഴ്സണൽ സ്റ്റഫ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട്. ഇപ്പം അവർ വന്നിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള TV, അതുപോലെ സോഫ, പിന്നെ എന്തെങ്കിലും ഡ്രിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ തിരിച്ച് സ്ക്രൂ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നീറ്റായിട്ട് പാക്ക് ചെയ്ത് സേഫാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അവർ ചെയ്യുന്നത്. ഇവർ എല്ലാവരും കൂടിയിട്ട് ഒരു 5-6 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കിച്ചണിലൊരു 2 പേര്, നമ്മുടെ ബെഡ്റൂമിലൊരു 2 പേര്, പിന്നെ അതുപോലെ ലിവിങ് ഏരിയയിൽ 2 പേര് വെച്ചിട്ട്. അപ്പം ഇവരെല്ലാവരും പെട്ടെന്ന് തന്നെയായിരുന്നു ഈ പാക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അപ്പം നല്ലൊരു മൂവേഴ്സിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് GI മൂവേഴ്സ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ തന്നെയാണ് അവരെല്ലാതും ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കാര്യങ്ങൾക്കൊന്നും ഒരു ഡാമേജോ കാര്യമോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാതും നമുക്ക് മൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി അല്ലാതെ ചിലർ വേസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുകയാണ്. പിന്നെ ഈ കാണുന്ന ഡൈനിങ് ടേബിളും നമ്മുടെ ബെഡ്റൂമിലുള്ള കബേർഡും നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് വഴി ഇവരിത് കൊണ്ടുപോവാണ്. ഇപ്പോൾ കാണുന്നത് ലാസ്റ്റായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മുടെ കിയ മോട്ടേഴ്സിലുള്ള നമ്മുടെ 1703 എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ കിച്ചണായിരുന്നു. അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറും നമ്മൾ അവിടെ വന്ന് ഈ മൂവേഴ്സിൻ്റെ ഒരാൾക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഓക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് കൊടുത്തു. കാരണം ദുബായിൽ എന്തായാലും നമുക്ക് സെൻട്രൽ ഗ്യാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ മെമ്മറി അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് കഴിയുകയാണ്. അങ്ങനെ നമ്മുടെ താക്കോലും പൂട്ടി നമ്മളവിടെ നിന്ന് ഇറങ്ങി ദുബായിലോട്ട് യാത്ര തിരിച്ചു. അവിടെ എത്തി അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ അൺപാക്കൊക്കെ ചെയ്തു. മൂവേഴ്സ് പിന്നെ അത്യാവശ്യം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ അൽഖുസൈസിലുള്ള ലുലുവിലേക്ക് പോവാണ്. പാലൊക്കെ കാച്ചിട്ട് വേണമല്ലോ നമുക്ക് നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാനായിട്ട്, താമസം തുടങ്ങാനായിട്ട്. അപ്പം തലേ ദിവസം നമ്മളൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ നിന്നത്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ പാലും എല്ലാ സംഭവങ്ങളും വാങ്ങി പാത്രം പുതിയതായിട്ട് മേടിച്ചു. പിന്നെ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹമാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പോർട്ടബിൾ സ്റ്റൗ ആണ് കേട്ടോ. ആ സ്റ്റൗവിൽ വെച്ച് നമ്മുടെ ഡയറക്ഷൻസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ പാലൊക്കെ കാച്ചണേ. വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പം കറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്ര സംഭവങ്ങളൊക്കെ ഉള്ളൂ. എന്തായാലും പാല് കാച്ചി ഒരു ന്യൂ സ്റ്റാർട്ടല്ലേ. അപ്പം എന്തായാലും ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ ഈ ഒരു ദുബായ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇതങ്ങനെ വലിയ പരിപാടിയായിട്ട് നടത്തുന്നതല്ല. നമ്മൾ താമസിച്ച് തുടങ്ങണതിൻ്റെ മുമ്പായിട്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്തിട്ടാണല്ലോ എല്ലാവരും കയറുക. അപ്പോൾ എന്തായാലും അതേ പാലൊക്കെ തിളച്ച് മറിഞ്ഞു. എന്തായാലും ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയുള്ള കാര്യമാണ്. അങ്ങനെ ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞു.
കാരണം നമുക്ക് ഗ്യാസിൻ്റെ കണക്ഷനും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോർട്ടബിൾ സ്റ്റൗവിൽ വെച്ച് ചെയ്തത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കേർട്ടൻ സെലക്ഷൻ പരിപാടിയാണ്. നമ്മൾ മുന്നേ ഉണ്ടായ കേർട്ടൻ നമ്മുടെ ബെഡ്റൂമിലുണ്ടായത് കുറച്ച് ഡാർക്കായിരുന്നു. അപ്പോൾ അത് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഹാളിലുണ്ടായ കേർട്ടൻ നമ്മൾ ബെഡ്റൂമിലേക്ക് ആക്കി. ഇപ്പോൾ ലിവിങ് റൂമിലേക്ക് നമ്മൾ പുതിയതായിട്ട് കേർട്ടൻ സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒരാൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ സെലക്ടിങ് പരിപാടിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേർട്ടൻ സെലക്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പം നമ്മൾ ലുലുവിലേക്ക് പോയി കുക്കിംഗ് റേഞ്ച് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നമ്മളതിൽ ഒരുപാട് നല്ല കളക്ഷൻസ് അവിടെ കണ്ടു കേട്ടോ. അപ്പം ഏറ്റവും നല്ലതായിട്ട് അവർ സജസ്റ്റ് ചെയ്ത ഒരെണ്ണമാണ് നമ്മൾ മേടിച്ചതും. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ തന്നെ അവർ ഡെലിവറി ചെയ്യാമെന്നും പറഞ്ഞു. അതിന് ശേഷം നമ്മൾ ഡിന്നറും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അവിടെയുള്ള കാലിക്കറ്റ് നോട്ട്ബുക്കിൽ നമ്മൾ കയറി പുട്ടും ചിക്കൻ കറിയാണ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡാണ്. നമ്മളെപ്പോൾ പോകുമ്പോഴും പൊതുവേ അവിടെ കയറി കഴിക്കാറുണ്ട്. അങ്ങനെ ഈ ഫുഡിങ് പരിപാടിയിലൂടെ നമ്മുടെ ഈ കുട്ടി വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ.